ഷിസൂസ് കിഡ്സ് വേൾഡ്, a complete kids channel. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെക്കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓരോന്നിനും പ്രത്യേക പഠന വിഭാഗങ്ങളുണ്ട്. ആന്തരിക അവയവങ്ങൾ, അവയവവ്യൂഹങ്ങൾ. ശരീരത്തിലെ വിവിധ അവയവങ്ങളെക്കുറിച്ചും അവയുടെ ധർമ്മങ്ങളെക്കുറിച്ചും പഠിക്കുന്ന പ്രധാന ശാസ്ത്രശാഖകൾ ഇവയാണ്. അനാട്ടമി, മനുഷ്യ ശരീരഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം. ശരീരഭാഗങ്ങളുടെ സ്ഥാനവും രൂപവും ഘടനയുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഫിസിയോളജി, ശരീരത്തിലെ അവയവങ്ങളും അവയവവ്യൂഹങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുന്നു. ഉദാഹരണത്തിന് ദഹനം, രക്തചംക്രമണം എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഹിസ്റ്റോളജി, സൂക്ഷ്മദർശിനിയിലൂടെ ശരീരകലകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം. പ്രധാനപ്പെട്ട ചില പഠനശാഖകൾ: മൂക്ക്, ചെവി, തൊണ്ട ഇവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓട്ടോറൈനോലാറിങ്കോളജി. ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ഡോക്ടറെ ENT സ്പെഷ്യലിസ്റ്റ് എന്ന് വിളിക്കുന്നു. ഹൃദയം, ഹൃദയത്തെക്കുറിച്ചുള്ള പഠനശാഖയാണ് കാർഡിയോളജി. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറെ കാർഡിയോളജിസ്റ്റ് എന്ന് പറയുന്നു. വൃക്ക, വൃക്കകളെക്കുറിച്ചും മൂത്രവ്യവസ്ഥയെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നെഫ്രോളജി. ഈ വിദഗ്ധരെ നെഫ്രോളജിസ്റ്റ് എന്ന് വിളിക്കുന്നു. തലച്ചോറ്, നാഡീവ്യൂഹം. തലച്ചോറ്, സുഷുമ്നാ നാഡി, നാഡികൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂറോളജി. ഈ മേഖലയിലെ ഡോക്ടർമാരാണ് ന്യൂറോളജിസ്റ്റുകൾ. ശ്വാസകോശം, ശ്വാസകോശത്തെക്കുറിച്ചും ശ്വസന വ്യവസ്ഥയെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രം പൾമണോളജി എന്നറിയപ്പെടുന്നു. കരൾ, കരളിനെക്കുറിച്ചും പിത്തസഞ്ചിയെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഹെപ്പറ്റോളജി. ചർമ്മം, ചർമ്മത്തെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജിയാണ്. ചർമ്മരോഗങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറെ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയുന്നു. കണ്ണ്, കണ്ണുകളെക്കുറിച്ചുള്ള പഠനവും ചികിത്സയുമാണ് ഒഫ്താൽമോളജി. നേത്രരോഗ വിദഗ്ധരെ ഒഫ്താൽമോളജിസ്റ്റ് എന്ന് വിളിക്കുന്നു. ദഹനവ്യവസ്ഥ, ദഹനവ്യവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം ഗാസ്ട്രോഎൻട്രോളജി ആണ്. രക്തം, രക്തത്തെക്കുറിച്ചും രക്തത്തിലെ രോഗങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രം ഹെമറ്റോളജി എന്നറിയപ്പെടുന്നു. അസ്ഥികൾ, അസ്ഥികൂടത്തെയും അസ്ഥിരോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് ഓർത്തോപീഡിക്സ്. ഇതുപോലെ ശരീരത്തിലെ ഓരോ ഭാഗത്തിനും അതിൻ്റേതായ പ്രത്യേക പഠനശാഖകളുണ്ട്. ഇവയെല്ലാം ചേർന്ന് മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ അറിവ് നൽകുന്നു.